ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് UK എത്തിപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ നാട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് പുറത്ത് ഗൾഫിലായിരുന്നു, അജ്മാനിലായിരുന്നു. അപ്പം ഞങ്ങളൊരു കോവിഡിൻ്റെ ഒക്കെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റായിട്ട് അവിടെ ഞാൻ COVID-19 പ്രോജക്റ്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പം അത് ഒരു പെർമനൻറ്റ് പ്രോജക്റ്റ് അല്ല, ഒരു ടെമ്പററി പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ ഹൈ ആയിട്ട് അവർ പേയ്മെൻറ്റും തരുന്നുണ്ടായിരുന്നു. എല്ലാം അക്കോമഡേഷൻ കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ മിക്കവരും തന്നെ എല്ലാവരും ഈ യൂറോപ്യൻ കൺട്രീസിലോട്ട് തന്നെ, ഈ കാനഡ, UK ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നവരായിരുന്നു. മിക്കപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടെയുള്ള മിക്കവരും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ കൂടെ ഉള്ള ഫ്രണ്ട്സ് പറയുമായിരുന്നു, എന്ത് ട്രൈ ചെയ്തൂടെ, കാര്യം അതാണ് കുറച്ചുകൂടെ ഇപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും അതാണ് കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പോഴൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അവസാനം ഏകദേശം ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഇൻഡീഡ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. ഞാൻ കണ്ടത് ഡേവിഡ് ആൻഡ് സൗത്ത് ടോർബേ NHS ട്രസ്റ്റിൻ്റെ ഒരു സ്റ്റാഫ് നഴ്സ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ അതിൽ അപ്ലൈ ചെയ്തത് സത്യം പറഞ്ഞാൽ. അങ്ങനെ അതിൽ അപ്ലൈ ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവരുടെ മെയിൽ റിപ്ലൈ വന്നു. അവർ ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഓൺലൈൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം, ബാക്കി ഡോക്യുമെൻറ്റ്സും നമ്മുടെ പ്രൊഫഷൻ പരമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇത് പ്രകടിപ്പിച്ചായിരുന്നു. അപ്പം ഞാനും തിരിച്ച് ഇൻട്രസ്റ്റ് വീട്ടിലൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്, ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാമല്ലോ, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പൈസ ചിലവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അല്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഇങ്ങനത്തെ ട്രസ്റ്റൊക്കെ ഉള്ളതാണോ, കാര്യം എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും 1-2 ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവർക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, അത് ശരിക്കുള്ള ട്രസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഓൾറെഡി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഓഫർ ലെറ്ററിനും OET പാസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും വിചാരിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാം, നമുക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ ആയിരുന്നു. ഫുൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇതായിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഫ്രണ്ട്ലി ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നഴ്സിങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ്. സോ അവർ ഓക്കെ ആയിരുന്നു, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇൻ്റർവ്യൂവിനൊക്കെ. അങ്ങനെ അറ്റൻഡ് ചെയ്തു. 2-3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂ ഔട്ട്കം വന്നായിരുന്നു. ഞാൻ പാസ്സാണ് എന്ന് പറഞ്ഞ് ഔട്ട്കം വന്ന് അവരെനിക്കൊരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി, എന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്, പക്ഷേ ഞാൻ OET പാസ്സാവണം. അവരെനിക്ക് 6 months ടൈം തന്നു. ഈ 6 months ടൈമിനകത്ത് ഞാൻ OET പാസ്സാവുകയാണെങ്കിൽ ബാക്കി പ്രൊസീഡിങ്സിലോട്ട് പോകാമെന്നുള്ള രീതിയിലുള്ളൊരു ഓഫർ ലെറ്റർ എനിക്ക് തന്നായിരുന്നു. ഇങ്ങനെ ആ പോയിന്റിൽ വെച്ചിട്ടാണ് ശരി ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ മെഡ് സിറ്റിയിൽ OET കോച്ചിങ്ങിന് ചേർന്നു. അവിടെ OET ഒക്കെ പഠിച്ചു. അപ്പം എനിക്ക് ഇതുപോലെ അറ്റംപ്റ്റിൽ ആദ്യത്തെ 1-2 അറ്റംപ്റ്റൊക്കെ എനിക്ക് ടഫായിരുന്നു. പിന്നെ അറ്റംപ്റ്റിൽ OET പാസ്സായി ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന COVID-19 ജോബ് വന്നിട്ട് ഏകദേശം ഫിനിഷിങ് എൻഡിങ് ആയിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് ഒരു ടേൺ കൂടെ OET അപ്പിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ പാസ്സായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി എങ്ങാണ്ട് സമയത്ത് ഞാൻ OET പാസ്സായി. ഒരു 2-3 months ഗ്യാപ്പ് എടുത്തുള്ളൂ. അപ്പം OET പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ഏജൻസിക്കാർ തന്നെ ഈ OET പാസ്സായിട്ടുള്ളവരെ ഏജൻസിക്കാർ തന്നെ അവർ തന്നെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്ത് റെഡിയാക്കും എന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഞാൻ ഡയറക്റ്റ് ട്രസ്റ്റിൻ്റെ വക ആയതുകൊണ്ട് എനിക്കങ്ങനെ ഇടയ്ക്കായിട്ടൊരു ഏജൻസി ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും ഞാൻ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന മെമ്പേഴ്സിനോട് തന്നെ ചോദിക്കണം. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് ചോദിച്ച് എൻ്റെ ഗൾഫിൽ നിന്നുള്ള ദുബായിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ്, അതുപോലെ നാട്ടിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് ഇതൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു. ഇതെല്ലാം അപ്ലൈ ചെയ്തു. പിന്നെ ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ആ പ്രൊസീഡിങ്സ് ഒക്കെ ഞാൻ തന്നെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ OET കഴിഞ്ഞിട്ട് NHSൻ്റെ തന്നെ ഒരു CBT എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ സെൻറ്റർ വരുന്ന കൊച്ചിയിലാണ്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാനായിട്ട് കൊച്ചിയിലോട്ടാണ് പോവേണ്ടിയിരുന്നത്. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ആ CBTയുടെ എക്സാം കംപ്ലീറ്റ് ആക്കി. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു.
CBT എക്സാം ഒക്കെ എഴുതി. എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് CBT ക്ലിയർ ചെയ്യാനും പറ്റിയായിരുന്നു. അപ്പം പിന്നെ ഉള്ളത് ഒക്കെ ഏകദേശം പ്രോസസ്സിംഗ് ഒക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞത് മെയിലോട്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് UK എനിക്കൊരു ട്രസ്റ്റിൽ വേക്കൻസി, മെയിലോട്ടാണെങ്കിൽ ഒരു ട്രസ്റ്റിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇവരെന്നോട് കൺട്രി സൈഡ് വേണോ അതോ സിറ്റി സൈഡ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൺട്രി സൈഡായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡേവൺ എന്ന് പറഞ്ഞ കൗണ്ടിയാണ്. അപ്പം ഇവിടെ നമ്മൾ കൗണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡേവൺ എന്ന് പറഞ്ഞ കൗണ്ടിയാണ്, അവിടെ ആ കൺട്രി സൈഡായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ പ്ലിമോത്തിലുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിൽ അവർ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തായിരുന്നു. മെയ് ഒരു 25 ആയിരുന്നു, 2023 മെയ് 25 ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം ആദ്യം വരുന്ന സമയത്ത് എനിക്ക് ഫാമിലീനെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കാര്യം നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഇവിടെ 2 months ഹോസ്പിറ്റലിൻ്റെ ഇതിലുള്ള അക്കോമഡേഷനിൽ തന്നെയായിരുന്നു. അപ്പം ആ അക്കോമഡേഷനിൽ ഞാൻ മെയ് 25 വരുന്നു. എനിക്കൊരു ജോബൊക്കെ ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി ഇവരുടെ അക്കോമഡേഷനിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്കൊരു ജൂലൈ 30 ആയപ്പോഴത്തേക്കും എനിക്ക് ഫാമിലീനെ കൊണ്ടുവരാൻ പറ്റും. മോളെയും ഹസ്ബൻഡിനെയും എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ പിന്നെയുള്ള ഇവിടെ വന്നതിന് ശേഷമുള്ള പിന്നെ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓസ്കി എക്സാം ഉണ്ട്. ഓസ്കി എക്സാം പാസ്സാവണം, അതൊരു ടെൻഷനാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്കൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. 2 months ആണ് നമുക്ക് ഇവർ തരുന്ന അക്കോമഡേഷൻ. അപ്പം അതിനകത്ത് നമുക്കൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ അക്കോമഡേഷനായിട്ട് ഞങ്ങൾ കുറേ ഞാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഫ്രണ്ട്സും കൂടെ ആയിട്ട് ഇങ്ങനെ കുറേ അടുത്ത് അന്വേഷിച്ചു. ഇവിടെ അത്യാവശ്യത്തിന് ആദ്യമൊക്കെ അക്കോമഡേഷൻ കിട്ടാനായിട്ട് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ കുറേ അന്വേഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അക്കോമഡേഷൻ റെഡിയായിട്ട് അപ്പോൾ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഹസ്ബൻഡിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കും ഇതൊക്കെ ഏകദേശമൊക്കെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിസ റൂട്ട്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള BFSൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള വിസ റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ആയിരുന്നു ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ഏജൻസിയെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഓരോരുത്തരും ഓരോ ക്രൈറ്റീരിയ ആയിരുന്നു പറയുന്നത്. ചിലവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെനൻസിയുടെ എഗ്രിമെൻറ്റ് വേണം, ചിലർക്ക് എന്തോ ഡെപ്പോസിറ്റ് കാണിക്കണം, അങ്ങനെയൊക്കെ. അപ്പം ഇവരുടേത് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ എൻ്റെ ഓഫർ ലെറ്റർ, അതിനെ സംബന്ധിച്ച ഐഡിയ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു ഇവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ തന്നെ റെഡിയാക്കിയിട്ട് ഏകദേശം ജൂലൈ 30 മെഡിക്കലൊക്കെ കഴിഞ്ഞ് ജൂലൈ 30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിനും മോക്കും ഇവിടെ വരാനായിട്ട് പറ്റി. അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഹസ്ബൻഡും മോളും ഇവിടെ എത്തിപ്പെട്ടെന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഇത് എൻ്റെ ഞാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എന്ന് വെച്ചാൽ ഏജൻസി ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്നതുവരെ താങ്ക് യു.